വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 1 മുതൽ 3 വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും. തൻ്റെ അടിമക്ക് അഥവാ അന്ത്യപ്രവാചകൻ നബി തിരുമേനിക്ക് ഈ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചന ഗ്രന്ഥം അവതരിപ്പിച്ചവൻ അളവറ്റ അനുഗ്രഹമുടയവനാണ്. അദ്ദേഹം, അതായത് ആ പ്രവാചകൻ ലോകജനതക്കാകമാനം മുന്നറിയിപ്പ് നൽകുന്നവനാവാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നൽകിയിട്ടുള്ളതെന്നർത്ഥം. ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ്. അവൻ ആരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല. അവൻ്റെ അധികാരത്തിലും ആധിപത്യത്തിലും യാതൊരു പങ്കാളിയുമില്ല. അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും കൃത്യമായി സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ജനം അവനെ കൂടാതെ ധാരാളം ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ ദൈവങ്ങൾ യാതൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. അവരാകട്ടെ ആ ഏകദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. സ്വയം ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പോലും കഴിവില്ലാത്തവരാണവർ. ജീവിതമോ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും തന്നെ അവരുടെ അധീനതയിൽപ്പെട്ടതുമല്ല. വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം പ്രവാചകൻ്റെ മക്ക ജീവിതകാലത്താണ് അവതീർണമായത്. ഈ അധ്യായത്തിൻ്റെ പേര് അൽ ഫുർഖാൻ എന്നാണ്. അതായത് സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ വിശുദ്ധ ഖുർആൻ. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട ഒരു ദിവ്യഗ്രന്ഥമാണിത്. മനുഷ്യരോട് ദൈവത്തിനുള്ള അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഈ വിശുദ്ധ ഖുർആൻ. മനുഷ്യരുടെ ഐഹികവും പാരത്രികവുമായ സകല വിജയ സൗഭാഗ്യങ്ങളും കുടികൊള്ളുന്നത് ഈ ഖുർആനിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. ഈ ഖുർആൻ അനുസരിച്ച് മനുഷ്യർ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വിജയവും പുരോഗതിയും ഈ ഖുർആനിലാണുള്ളത്. ഈ ഖുർആൻ അവതരിപ്പിച്ചവൻ ഏകനായ ഈ പ്രപഞ്ച സൃഷ്ടാവാണ്. അവനാണ് ഈ പ്രപഞ്ചം അഖിലം കാണപ്പെടുന്ന സകല വസ്തുക്കളുടെയും സൃഷ്ടാവ്. അവന് യാതൊരു പങ്കാളിയുമില്ല, പാർട്ണർ ഇല്ല. അവന് മക്കളില്ല, ഭാര്യയില്ല. ദിവ്യത്വത്തിൽ ഒരാളെയും അവൻ പങ്കാളിയാക്കിയിട്ടുമില്ല. ജനങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളിൽ ഒന്നുപോലും ഒരു സാധനവും ഇന്നേ വരെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് ആ കൃത്രിമ ദൈവങ്ങൾ. മനുഷ്യരെ മരിപ്പിക്കാനോ മരിച്ചവരെ ജീവിപ്പിക്കാനോ അവക്കൊന്നും യാതൊരു കഴിവുമില്ല. എന്നിരിക്കെ എന്തിനാണ് ജനങ്ങൾ ഈ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്നൊരു ചോദ്യമാണ് ഖുർആൻ ഇവിടെ ഉയർത്തുന്നത്.